എൻ്റെ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഞാൻ എവിടെ പോയാലും അത് പറയും. എല്ലാവരും എൻ്റെ പാരൻസിൻ്റെ അടുത്തൊക്കെ പറയും, മോള് പഠിക്കുന്നുണ്ട്, മോള് നല്ലതാണ്. പക്ഷെ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയാറുണ്ട്, ഇതൊന്നും എൻ്റെ ഇതല്ല, എൻ്റെ യേശുപ്പച്ചനാണ് എന്നെ ഇവിടെ നിർത്തിയത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് നിമിഷ. ഞാൻ പൂവച്ചലിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രിക്ക് BSc ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സാണ് എടുത്തത്. അപ്പോൾ ആ കോഴ്സ് എടുത്തെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഈ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം 2 മെയിൻ സബ്ജക്റ്റാണ്, ഫിസിക്സും കമ്പ്യൂട്ടറും ഒന്നിച്ച് പഠിക്കണം. ഞാൻ 12th വരെ ബയോളജിയാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിൽ യാതൊരു ബേസും ഇല്ല. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഞാൻ ഡ്രോപ്പ് ഔട്ടായി പോവുമോ, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു പകുതി ആയപ്പോൾ തന്നെ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ദൈവം ഒരുപാട് സഹായിച്ചു. കമ്പ്യൂട്ടർ സയൻസ് എടുത്തു വന്ന കുട്ടികൾ പോലും പറയും അവർക്ക് പാടാണ്, പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ഓരോ എക്സാമിന് മുമ്പും ദൈവദാസനം വന്ന് കണ്ട് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ പഠിക്കുന്നതിന് മുമ്പ് പ്രെയർ ഓയിൽ യൂസ് ചെയ്യും. ഒരു വചനം വായിച്ചിട്ടേ ഞാൻ പഠിക്കാൻ തുടങ്ങാറുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ഭയങ്കര പേടിയാണ്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഏത് പ്രാക്ടിക്കൽ എക്സാമിന് കയറിയാലും എനിക്ക് ഏതാണോ അറിയാമെന്നുള്ളത് അതേ എനിക്ക് ദൈവം തരുള്ളൂ. വൈവ ആയിക്കോട്ടെ, ഞാൻ പഠിക്കുന്നത് മാത്രമേ എനിക്ക് കിട്ടൂ. കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിനക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന്. അപ്പം ഞാൻ പറയും ഇത് ഭാഗ്യമല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ വന്നുകൊണ്ടുള്ളതുകൊണ്ട് മാത്രമാണ്. പിന്നെ ലാസ്റ്റ് സെമസ്റ്റർ ഞങ്ങൾക്ക് സാധാരണ ഒരു സെം എന്ന് പറയുന്നത് 6 മാസമാണ്. പക്ഷെ ഞങ്ങൾ കോവിഡ് ടൈമിൽ കയറിയ ബാച്ചാണ്. അപ്പോൾ ആകെ 2 മാസമേ കിട്ടിയുള്ളൂ. ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തീർക്കാൻ പറ്റുമോ, പഠിച്ച് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഈ കഴിഞ്ഞ സെമ്മിലാണ്. അതും ദൈവത്തിൻ്റെ കൃപയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. നിങ്ങൾക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശുപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, യേശുപ്പച്ച അത് നടത്തി തരും. ഞാൻ ലാസ്റ്റ് സെമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എനിക്ക് പാടാണ്, എനിക്കിത് പറഞ്ഞു തരണേ. ഞാനപ്പോൾ ചിലപ്പോൾ ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോ പാരൻസിൻ്റെ ഹെൽപ്പോ മൊബൈലിൻ്റെ ഹെൽപ്പോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ദൈവത്തിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, എനിക്ക് പറഞ്ഞു തരണേ. ഞാൻ പൊതുവേ ഭയങ്കര സ്ലോ ആണ്. പക്ഷേ ഇപ്പോൾ പഠിക്കുന്നതൊക്കെ എനിക്ക് ചിലതൊക്കെ ഒരു തവണ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഞാൻ എവിടെ പോയാലും അത് പറയും. ഇവിടെ ഞാൻ നിൽക്കുന്നത് എൻ്റെ യാതൊരു വിധമായിട്ടുള്ള ഇതുമല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. എല്ലാവരും എൻ്റെ പാരൻസിൻ്റെ അടുത്തൊക്കെ പറയും മോള് പഠിക്കുന്നുണ്ട്, മോള് നല്ലതാണ്. പക്ഷെ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയാറുണ്ട് ഇതൊന്നും എൻ്റെ ഇതല്ല, എൻ്റെ യേശുപ്പച്ചനാണ് എന്നെ ഇവിടെ നിർത്തിയത്. ഇന്ന് എനിക്കിവിടെ ഇങ്ങനെ സാക്ഷി പറയാൻ പറ്റിയതും ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ അറിയുന്നു. എല്ലാവരുടെ അടുത്തും എനിക്ക് ഇതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പഠിത്തം ആയിക്കോട്ടെ, ഏത് വിഷയം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. സാഹചര്യങ്ങൾ ഒരുപക്ഷെ പറ്റൂല എന്ന് പറയും, പക്ഷേ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒക്കെ സാധ്യമാണ്. ഞാൻ പറയുന്നത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഈ 3 വർഷം എനിക്ക് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അസമാധാനവും വരത്തില്ല, ദൈവം കൂടെ കാണും. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന് ഞാൻ ഈ സമയം നന്ദി പറയുന്നു. എല്ലാ എക്സാമിന് മുമ്പ് ദൈവദാസനെ പോയി കണ്ട് പ്രാർത്ഥിക്കും. പിന്നെ പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. ആമേൻ. ഒന്ന് ശക്തിയോടെ ഒന്ന് കരമടിച്ച് ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഈ സിസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത് ദൈവത്തോടുള്ള ഒരു നന്ദിയാണ്. ഈ നന്ദി നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. സിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് എൻ്റെ ശക്തിയാലല്ല, എൻ്റെ ബുദ്ധിയാലല്ല, എൻ്റെ ജ്ഞാനത്താലല്ല, ദൈവത്തിൻ്റെ കൃപയാലത്രേ. ഒന്ന് കരമടിച്ച് ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു. സിസ്റ്ററിൻ്റെ ഉള്ളിൽ എന്തുമാത്രം സന്തോഷമുണ്ടല്ലേ. സിസ്റ്റർ എഴുതിയത് ഒരു എക്സാമാണ്, പരീക്ഷയാണ്. ഡിഗ്രി പഠനം സംശയത്തിൽ നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു, ദൈവദാസൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. എക്സാം സക്സസ് പ്രയർ എല്ലാം അറ്റൻഡ് ചെയ്താണ്. ദൈവത്തിൽ നിന്ന് കിട്ടിയത് ഒരു ധൈര്യമെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പരീക്ഷകളും വരുമ്പോഴും ഇതല്ലേ നമ്മൾ കൊതിക്കുന്നത്. ഈ പരീക്ഷ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമല്ലേ നിങ്ങൾ കൊതിക്കുന്നത്. ഈ സിസ്റ്ററിന് ദൈവം ധൈര്യം കൊടുത്തെങ്കിൽ, ഈ സിസ്റ്ററിന് ജ്ഞാനം കൊടുത്തെങ്കിൽ നമ്മളുടെ പരീക്ഷകൾ ജയിക്കുവാനും ദൈവം നമുക്കായി ജ്ഞാനം തരും. ഒന്ന് കരമടിച്ച് ആ ദൈവത്തിനൊന്ന് മാത്രം കൊടുത്താട്ടെ. സിസ്റ്ററിൻ്റെ എക്സാമിനെല്ലാം ദൈവം സിസ്റ്റമാറ്റിക്കായി ഒരു യോഗ്യതയില്ല. സിസ്റ്റർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, പഠിത്തത്തിൽ പുറകോട്ട് എന്ന് എടുത്തെടുത്ത് 2-3 പ്രാവശ്യം പറഞ്ഞായിരുന്നു. ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എങ്കിലും സിസ്റ്റർ പറഞ്ഞു ഇത് ഞാൻ പഠിച്ചതുകൊണ്ടല്ല, ദൈവകൃപയാൽ എനിക്ക് നല്ലൊരു മാർക്ക് കിട്ടി. ആമേൻ. ഹല്ലേലൂയ.
ഞാൻ പഠിച്ചത് കൊണ്ടല്ല, എൻ്റെ ജ്ഞാനം കൊണ്ടല്ല, ദൈവകൃപയാൽ അത്ഭുതകരമായിട്ടുള്ളൊരു മാർക്ക് സിസ്റ്ററിന് ദൈവം നൽകി കൊടുത്തു. ഫിസിക്സും സിസ്റ്റർ പറഞ്ഞു, ഫിസിക്സും വളരെ ടഫായിരുന്നു. ദൈവം അതിശയകരമായിട്ടുള്ള റിസൾട്ട് നൽകി. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പരീക്ഷകളും, എക്സാം സക്സസ് പ്രയ സമയത്ത് ദേവദാസന് പ്രകാരം പറഞ്ഞു വന്നു, ഇത് വെറും സ്റ്റുഡൻസിന് മാത്രമുള്ള പരീക്ഷയല്ല, നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന എല്ലാ പരീക്ഷകളും ജയിക്കുവാൻ ദൈവം ധൈര്യം നൽകും. ഒന്ന് കരമടിച്ച് ആ ദൈവത്തിൻ്റെ മാത്രം കൊടുത്ത ശക്തിയോടെ ആമേൻ.